സത്യമായിട്ടും നാളെ അവധിയായിട്ട് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. വെളിയിറങ്ങി ഭയങ്കര ചൂടാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ 2-3 ദിവസമായിട്ട് ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പം ഞാനും നമ്മുടെ കൂട്ടുകാരും എല്ലാം കൂടെ വെളിയിലോട്ട് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ കൂട്ടുകാരന്മാർ, കണ്ടോ? ഇതാണ് നമ്മുടെ കൂട്ടുകാർ. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇനി ബസ് വരാൻ 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത്രയ്ക്ക് ചൂടാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് യാത്രയുണ്ട്. ഞങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ചൂടാണ് സത്യം പറഞ്ഞാൽ. എന്ന് കണ്ടില്ല, ഒരാൾക്ക് ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പർച്ചേസ് ചെയ്ത് സാധനം കിട്ടി അത് കഴിഞ്ഞിങ്ങനെ പോവാണ്. ബസ് ചെയ്യാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. സത്യം ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ചൂടുകൊണ്ട് ഹ്യൂമിഡിറ്റിയാണ് കൂടുതൽ. നമ്മൾ വേർത്ത് കുളിക്കുകയാണ്. ഒരു രക്ഷയില്ല. രക്ഷയെന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചൂടെന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥിതിയാണ്. നമ്മൾ ബർദുബായിലെ ബർദുബായ് ബസ് സ്റ്റാൻഡ്, അൽഗുബ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡാണ്. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. കണ്ടല്ലോ നമ്മുടെ ചൂടും കാര്യങ്ങളും. ഞാൻ എപ്പോഴും പറയാറുള്ള, പ്രവാസികളല്ലേ ജീവിക്കാൻ വേണ്ടി പല ഇതിലും വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു, ജീവിക്കുന്നു, പോകുന്നു ഒക്കെയുണ്ട്. നമ്മുടെ ഒരു സന്തോഷവും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി, നമ്മളിപ്പോൾ ഒരു ചേട്ടൻ നാട്ടിൽ പോന്നു, അതിലൊരാൾ നാട്ടിൽ പോന്നു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ മേടിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച 2 സാധനം കിട്ടിയില്ല. അപ്പോൾ അതും മേടിച്ചു. കുറച്ച് സാധനം മേടിച്ചത് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, കാണിച്ചില്ല. അതവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ മേടിച്ച് പുള്ളി നാട്ടിൽ പോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എടുക്കുന്നത്. ചൂടെന്ന് പറഞ്ഞാൽ ചൂടാണ്, ഭയങ്കര ചൂടാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്തൊക്കെ ചെയ്യും. അപ്പം എല്ലാ ആൾക്കാരും ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എല്ലാ ആൾക്കാരും ലൈക്ക് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.